നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് വൺനെസ്സും സെപ്പറേറ്റ്നെസ്സും അല്ലെങ്കിൽ നോൺ ഡ്യുവാലിറ്റിയും ഡുവാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ എങ്ങനെയാണ് വൺനെസ് സെയിൽസിൽ അല്ലെങ്കിൽ വിൽപ്പനയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ കൂടുതലായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ഒരു ആശയത്തെ അതിൻ്റെ ഒരു വിശദീകരണമാണ് അതിലൂടെ ഇന്ന് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യ ക്ലാസ്സിൽ മുതലേ പറയുവാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു ഫ്രേസിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോമാണ്. ഞാൻ ആദ്യ ക്ലാസ് മുതലേ നിങ്ങളോട് പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആശയമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോമിലൂടെ നിങ്ങളെ കഥകളിലൂടെ അതിലെ ആശയത്തിലൂടെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യുവാനായിട്ട് കഴിയും. എന്താണ് ഇത് വിശദീകരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇന്ന് നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെന്ന് പറയുന്നത് ഒരു ആശയമാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ആശയമാണ്, അത് ആമാശയമല്ല. അതായത് നമ്മുടെ ലോകത്തിലുള്ള 95% ആളുകൾ, നമ്മുടെ ലോകത്തിന്റെ ഒരു ക്രമമാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലാണെങ്കിൽ അതിലധികവും വരും. ഈ പറയുന്ന ആമാശയം അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ടു മൗത്ത്, നമ്മുടെ ഉപജീവന മാർഗം, നമ്മുടെ ജീവിതത്തിനെ ഒരു ഉപജീവന മാർഗമായിട്ടുള്ള പ്രക്രിയയായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതായത് നിത്യ ചെലവിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ 9 to 5 ജോബ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തൊഴില്. ഈ തൊഴിൽ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനോട് അപ്പുറത്തോട്ട് കൂടുതലായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല. നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കുഴപ്പമല്ല ഇത്. നമ്മുടെ മനുഷ്യൻ ജനിച്ച കാലം മുതലേ അല്ലെങ്കിൽ മനുഷ്യന്റെ പുരോഗതിയുടെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ പലപ്പോഴും നമ്മുടെ പല സിസ്റ്റങ്ങൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്. പല സിസ്റ്റത്തിനകത്ത് നമ്മൾ പെട്ടുപോവുകയാണ്. ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ വീണ് കിടക്കുന്നു. നമ്മളാരും ചോദിച്ചിട്ട് ആരും നമ്മുടെ സിസ്റ്റത്തിനകത്ത് കിടക്കുന്നതല്ല. നമ്മൾ ജനിക്കുമ്പോഴേ പല പല സിസ്റ്റത്തിന്റെ സബ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറും. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞ ആ കാലഘട്ടം മുതലേ സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും പലതിനെയും ചോദ്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മളതെല്ലാം സ്വീകരിച്ചു, അതെല്ലാം നമ്മൾ 100% പവിത്രമാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചു പോവുകയാണ്. അപ്പൊ നമുക്ക് എന്താ പറ്റാത്തത്? നമുക്ക് സ്കൂൾ സിസ്റ്റം ആയിക്കോട്ടെ, ഫാമിലി സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലീജിയസ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ്, നമ്മുടെ എല്ലാ വിധത്തിലുള്ള സിസ്റ്റത്തിന്റെയും ബേസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ആ സിസ്റ്റങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടക്കുന്നു. നമുക്ക് പലതിനെയും ചോദ്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സിസ്റ്റത്തിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയത്തില്ല. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പഠനത്തിന് ശേഷം നമുക്കൊരു ജോലി, ഒരു തൊഴിൽ ലഭിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റിനകത്ത് ഇങ്ങനെ കിടന്ന് നമ്മൾ കറങ്ങുകയാണ്. ഒരു റാറ്റ് റേസ് പോലെ, ഒരു കൂട്ടിലകപ്പെട്ടിരിക്കുന്ന ഒരു എലിയെ പോലെ ഒരു റാറ്റ് റേസ്. ആ എലി കിടന്ന് മരണപ്രാളം കാണിക്കുന്നത് പോലെയാണ് നമ്മുടെ ഒരു നിത്യജീവിതം, ഒരു ഡേ എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഞാൻ എന്താണ് ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനായിട്ട് പോകുന്നത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് പീസ്. സമാധാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഒരു മനുഷ്യരുടെയും ലൈഫ് എന്ന് പറയുന്നത്. അതാണ് നിത്യമായിട്ടുള്ള ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റിലോട്ട് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ആ 5% താഴെയുള്ള ആളുകൾ എന്താണോ ചിന്തിക്കുന്നത്, അവരെന്താണോ പ്രവർത്തിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് കഴിയണം. ഞാൻ ആദ്യമേ തന്നെ സൂചകമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആശയമാണ്. ഇറ്റ് ഈസ് ആൻ ഐഡിയ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളെന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. വി ആർ എ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ് എന്ന് പറയുന്നിടത്താണ് അല്ലെ. നമുക്ക് പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോഴാണ് ശരി, ഞാനൊരു വ്യക്തിയാണ് അല്ലെ, ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഞാനൊരു എൻ്റെ ഇമോഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു വ്യക്തിയാണ്. എന്നാൽ ഈ പറയുന്ന
95% ആളുകളും 95% ലോകത്തിലെ ആളുകളും ഈ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ കിടക്കുകയാണ്. സിസ്റ്റത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാണ്. എന്താണ് പ്രത്യേകത? ചോദ്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല, നമുക്കതിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ പറയുന്ന 95% ആൾക്കാരും ഉള്ള ആ ഒരു ഞാനെന്ന് പറയുന്ന വ്യക്തിക്കപ്പുറത്തോട്ട് ഞാനൊരു ആശയമാണ്. ഐ ആം ആൻ ഐഡിയ. ഞാനൊരു വ്യക്തിക്കപ്പുറത്തോട്ട് ഞാനൊരു ആശയമാണെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് യഥാർത്ഥത്തിൽ നമ്മളിലെ ആ ഒരു സീഡ് മുളയ്ക്കുന്നത്. അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പേഴ്സൺ ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞാനൊരു ആശയത്തിലോട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴാണ് നമ്മളിൽ യഥാർത്ഥത്തിൽ ആ സീഡ് മുളയ്ക്കുന്നത്. നമ്മളിൽ ആ മുളച്ച സീഡ് നമ്മളിൽ ആ പാകപ്പെട്ട സീഡ് മുളയ്ക്കുന്നത് നമ്മൾ വ്യക്തിയാകുമ്പോഴല്ല, നമ്മൾ ഒരു ആശയമാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ്. ഇത് ലോകത്തിലെ 5% താഴെ ഉള്ള ആളുകൾ മനസ്സിലാക്കി എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ 5% എത്തിച്ചേരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു കൺവേർട്ട് ഫ്രം ദ പേഴ്സൺ ആറ്റിറ്റ്യൂഡ് ഓർ സിസ്റ്റം ആറ്റിറ്റ്യൂഡ് ടു ലിറ്റിൽ ബിറ്റ് അവയർനെസ് വരുന്നത്. ഇതൊരു അവയർനെസ് ആണ്. ഐഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ആൻ അവയർനെസ്. ഞാനെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് ഞാനെന്ന് പറഞ്ഞ ആശയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഐഡിയയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? വി ക്യാൻ ഹാവ് അൺലിമിറ്റഡ് ഗ്രോത്ത്. ഈ സീഡിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മളിൽ ആ ഐഡിയ, ആ സീഡ് പൊട്ടി മുളച്ചു വരുമ്പോഴാണ് ഗ്രോത്ത് അൺലിമിറ്റഡ് ആയി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ കിടക്കുന്നത്? നമ്മൾ ഈ പറയുന്ന നമുക്ക് ഭൗതികമായ വളർച്ച അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായ വളർച്ച ഉണ്ടാവുമെങ്കിലും നമ്മൾ ആ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് എന്ന് പറയുന്ന ആ പ്രക്രിയയിലോട്ട് കടന്നു പോവില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സെയിൽസ് പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പലപ്പോഴും നമ്മൾ സെയിൽസ് പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കുകളാണ് ആളുകളെ പഠിപ്പിക്കുന്നത്. ആളുകൾക്ക് വേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓരോ വ്യക്തിയുടെയും നമ്മുടെ ലോകത്തിൽ ഇപ്പൊ 800 കോടിയിലധികം ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ 800 കോടിയിലധികം ആളുകൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്ച്വലി ഇൻ സെയിൽസ്. പ്രത്യക്ഷത്തിൽ കച്ചവടത്തിൽ അല്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ കച്ചവടക്കാർക്കാണേലും സെയിൽസ് ചെയ്യുന്നവർക്കാണേലും സാധാരണ വ്യക്തികൾക്കാണേലും എന്താണ് വേണ്ടത്? അവരെ സംബന്ധിച്ച് ആ പേഴ്സൺ കോൺസെപ്റ്റിൽ നിന്ന് ആ നമ്മൾ വിൽക്കപ്പെടുന്ന, അത് ആക്ച്വലി ഈ ഒരു പേഴ്സൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി വിൽക്കപ്പെടുന്നതാണ്. വി ബിക്കം കൺസ്യൂമർ. ഇവർക്കൊരു പേരുണ്ട്, കൺസ്യൂമർ. കൺസ്യൂമറിന്റെ പ്രത്യേകത എന്താ? കൺസ്യൂമറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രത്യേകിച്ച് ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, അവരെല്ലാം കൺസ്യൂം ചെയ്യുകയാണ്. കൺസ്യൂമറിന്റെ പ്രത്യേകത കൺസ്യൂം ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും അവർക്ക് ഡ്യൂട്ടിയില്ല. എന്തൊക്കെ അവർ മുമ്പിലോട്ട് വരുന്നു അതിനെയെല്ലാം അതേ അപ്പടി അങ്ങ് വിഴുങ്ങുക. എന്നാൽ ഈ ഐഡിയ കോൺസെപ്റ്റിലോട്ട് വരുന്നവരെ സംബന്ധിച്ച് ലോകത്തിലെ 5% they are creators. അവരാണ് ഉൽപാദകര്. ഞാൻ പറഞ്ഞു, കൺസ്യൂമർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല, ഉത്തരവൊന്നുമില്ല, എന്തിനെ അവർ സ്വീകരിക്കും. എന്താണ് ക്രിയേറ്റർ ചെയ്യുന്നത്? ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഹീസ് എൻ ഐഡിയ, അയാളുടെ ആശയമാണ്. അവരെന്ത് ചെയ്യുക? ആശയത്തെ വളർത്തും. ഈ 5% 5% ആൾക്കാര് ഡെവലപ്പ് ചെയ്യുന്ന ആശയമാണ് എന്ത് ചെയ്യുന്നത്? ഈ 95% ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? ലോകത്തിലെ 95% സ്വത്തും വെൽത്ത് ഇരിക്കുന്നത് 5% പേരുടെ കയ്യിലും, ലോകത്തിലെ 5% വെൽത്ത് ഇരിക്കുന്നത് 95% പേരിലാണ്. ഇതാണ് ആ വ്യത്യാസം. അതായത് ലോകത്തിലെ 95% ആളുകളെ സംബന്ധിച്ചും അവർക്ക് ആശയങ്ങളെക്കാട്ടിൽ കൂടുതൽ അവർക്ക് എന്താണുള്ളത്? കൺസ്യൂമർ മൈൻഡ് സെറ്റ് ആണ്, പേഴ്സൺ മൈൻഡ് സെറ്റ് ആണ്, ആ ഇൻഡിവിജ്വൽ മൈൻഡ് സെറ്റ് ആണ്.
ഈ ആശയത്തിന്റെ പ്രത്യേകത എന്താ? അതൊരു കളക്റ്റീവ്നെസ്. ഈ ഒരു ആശയത്തിലോട്ട് ഒരുപാട് പേര്, അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് പേര് എത്തിച്ചേരും. ഒത്തിരി പേരുണ്ട് ഇവരെ കോൺസെപ്റ്റ് വലുതായി കഴിയുമ്പോൾ ആ കോൺസെപ്റ്റിനകത്തോട്ട് വന്നു ചേരുവാനായിട്ട് ഒരുപാട് ആശയമുണ്ടാകും. ഈ പറയുന്ന 95% പേരും ഇവരുടെ ആശയം അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഈ ആശയം എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പെർഫോമൻസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ പല രൂപത്തിലാണ് ഈ പറയുന്ന ആശയങ്ങൾ വരുന്നത്. അപ്പം ഈ ആശയം എന്ന് പറയുന്നത് പൊട്ടിമുളയ്ക്കുന്നത് ഒരു ക്രിയേറ്റർ മൈൻഡ് സെറ്റിലുള്ളവരുടെ അടുത്തും ഈ പറയുന്ന കൺസ്യൂമർ മൈൻഡ് സെറ്റിലുള്ളവർക്ക് എന്താണ്? അവർക്ക് ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് അല്ല. അവരെ സംബന്ധിച്ച് എല്ലാത്തിനെയും സ്വീകരിക്കുക. ഇവരെപ്പോഴും ആ ഒരു സിസ്റ്റത്തിന് അടിമയായിരിക്കും. ഇവരെ സംബന്ധിച്ച് എന്താണ്? ഇവർ സിസ്റ്റത്തിന് വെളിയിലാണ്, അല്ലെങ്കിൽ ഇവർ ഉൾപ്പെടുന്നവരാണ് സിസ്റ്റം നിയന്ത്രിക്കുന്നത്. നമ്മൾ സിസ്റ്റത്തിനകത്ത് കിടക്കണോ, നമ്മൾ സിസ്റ്റത്തിന് വെളിയിൽ ചാടണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ജീവിതം എന്ന് പറയുന്നത് ആശയമാണ്. ലൈഫ് ഈസ് ആൻ ഐഡിയ. 95% പേർക്ക് മനസ്സിലായിട്ടില്ല. 95% പേർക്കും ജീവിതം എന്ന് പറയുന്നത് ആമാശയമാണ്. ആമാശയം എന്തുവാ? കൺസ്യൂമിങ്. എന്തിനേയും കൺസ്യൂം ചെയ്യുക. നമ്മൾക്ക് വന്നു ചേരുന്ന എന്തിനോട് യേശു പറയുക എന്നതാണ് നമ്മുടെ ലൈഫ് എങ്കിൽ നമ്മൾക്ക് പിന്നെ എന്തിനോട് നോ പറയാൻ കഴിയും? നോ പറയാനും പഠിക്കണ്ടേ? ഈ ആമാശയം എന്ന് പറയുന്ന എന്തിനേയും സ്വീകരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് യേശുവില്ല, പ്രത്യേകിച്ച് നോയുമില്ല. അവർ എന്തിനേയും സ്വീകരിക്കും. ദേ ആർ ഇൻ ദ ട്രാപ്പ്. 95% ഓഫ് പീപ്പിൾ ആർ ഇൻ ദ ട്രാപ്പ്. ആ ട്രാപ്പ് എന്ന് പറഞ്ഞ കൺസ്യൂമർ മൈൻഡ് സെറ്റ് ട്രാപ്പിലാണുള്ളത്. നമ്മൾ ആക്ച്വലി ആരാണ്? ഈ 5% പേരും ആശയമാണ്. ഞാനെന്ന് പറയുന്നത് ഐ ആം ആൻ ഐഡിയ. ഞാനെന്ന് പറയുന്നത് ഒരു ആശയമാണെന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ദർ ആക്ച്വലി ക്രിയേറ്റേഴ്സ്. അവരിൽ ആ ക്രിയേറ്റർ മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവരിലുള്ള ആ സീഡിന് ജീവൻ വെക്കുന്നത്. അതുവരെ ചിലപ്പോൾ അവർ കൺസ്യൂമർ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കാം. ഈ കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വന്നവരായിരിക്കാം. ഇനി എന്താണെങ്കിലും ആ സീഡ് പൊട്ടി മുളയ്ക്കണമെങ്കിൽ ക്രിയേറ്റർ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അപ്പൊ ഈ പറയുന്ന ആശയത്തിൽ എത്തിച്ചേരണോ അതോ ആമാശയത്തിലാണോ നമ്മൾ? അതായത് നമ്മൾ ഹാൻഡ് ടു മൗത്തിലാണോ എന്നുള്ളത് ഉണ്ടാവേണ്ടതെന്ന് തീരുമാനിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന 5% ആളുകൾ ചിന്തിക്കുന്ന രീതിയിലോട്ട് നമ്മൾ ചിന്തിച്ചില്ല എങ്കിൽ തൊഴിലവസരങ്ങൾ, പട്ടിണി മരണങ്ങൾ, തുടർച്ചയായിട്ട് ജോലികൾ നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള പ്രക്രിയ എല്ലാം ഈ കൺസ്യൂമർ മൈൻഡ് സെറ്റിലുള്ളവരിലാണ് എത്തിച്ചേരുന്നത്. കാരണം ലോകത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഇവരുടെ ആശയങ്ങൾ വേണം. ഇവരുടെ ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന മൈൻഡ് സെറ്റോട് ജീവിക്കുന്നവർക്ക് ഗ്രോത്ത് ഇല്ല, സ്റ്റാഗ്നന്റ് ആണ്, അവർ തീർന്നു. അപ്പം 2024 പ്രത്യേകതകൾ 2025 ഉണ്ടാവണമെന്നില്ല. അതായത് 2000 ഉണ്ടായ കാര്യങ്ങളല്ല 2024 നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുക. മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയരായില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഈ പറയുന്ന ഒന്നെങ്കിൽ നമ്മൾ വാനിഷ് ആയി പോകും, വിൽ ബി വാനിഷ് ഫ്രം ദി എർത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമുകളിലൊക്കെ, ചില മൾട്ടിപ്ലെയർ ഗെയിമിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ചുരുങ്ങി 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 നമുക്ക് തന്നെ തോന്നും ജീവിതത്തിൽ ഒരു തീരുമാനമായി. ആ തീരുമാനത്തിൽ എത്തിച്ചേരാതിരിക്കണമെങ്കിൽ വി ഹാവ് ടു ഷിഫ്റ്റ്. വി ഹാവ് ടു ഷിഫ്റ്റ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഷിഫ്റ്റ് ഉണ്ടാവണം, ലൈഫിൽ ഷിഫ്റ്റ് ഉണ്ടാവണം. ഈ 95 നിന്ന് 5 മാറാനുള്ളത്. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ ഉള്ളിൽ ഒരു അൺലിമിറ്റഡ് ആശയമുണ്ട്. ആശയത്തിന് ഞാൻ പ്രകാശം കൊടുക്കണം. ഐ ആം ദ ലൈറ്റ്. എനിക്ക് വെളിച്ചമായി മാറണം. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഏൻഷ്യൻ വിസ്ഡം ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങൾക്ക് അപ്പുറത്തോട്ട് തന്നെ വെളിച്ചം നൽകുന്ന പുസ്തകങ്ങളാക്കി മാറ്റുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മെനി തിങ്സ്. നോ തൈസെൽഫ് എന്ന് പറയുന്നത് പോലെയും ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന്, ഈ വിത്തിൻ യു ആണ് ഞാൻ പറഞ്ഞ ആശയം. നമ്മളെ തിരിച്ചറിയുമ്പോഴും സെൽഫ് അവെയർ ആകുമ്പോഴും സെൽഫ് റിയലൈസ് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? വി ഷിഫ്റ്റ് ഫ്രം പേഴ്സൺ ടു ഐഡിയ.
ഈ പറയുന്ന ഈ ഷിഫ്റ്റ് പ്രോസസ്സ് നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാലിൻ്റെ അടിയിൽ നിൽക്കുന്ന മണ്ണൊലിച്ചു പോയാലും നമ്മൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. കാലിൽ നിന്ന് നമ്മളെ ഉൾപ്പെടെ നമ്മൾ വെള്ളപ്പൊക്കത്തിൽ വരുന്നത് അതിന് പ്രത്യേകിച്ച് എന്തുവാ ഈ പറയുന്ന വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ വരുമ്പോൾ വ്യക്തികളെ നോക്കുകയില്ല, ആളെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇവരാണ് റെസ്ക്യൂവർ. ഇവര് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഈ പറയുന്ന 5% പേര് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ആശങ്കപ്പെടാനൊന്നുമില്ല. അവര് കരയിൽ എത്തിയിട്ടുണ്ട്. ഇതിവിടെ ഇക്കരെ കിടക്കുകയാണ് ഈ പറയുന്ന കൺസ്യൂമർ മൈൻഡ് സെറ്റുകാരൻ. അപ്പൊ എന്താ വേണ്ടത്? ആമാശയത്തിൽ നിന്ന് ആശയമാകുന്ന ആ ഒരു, അതായത് ഇതെന്ന് പറയുന്നത് അറിവെന്ന് തന്നെ പറയാം. നമുക്ക് വേണ്ടൊരു കോൺസെപ്റ്റ് ഞാൻ വേണേ പറഞ്ഞുതരാം. അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള ദൂരം എത്രമാത്രം നമുക്ക് കുറയ്ക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ എങ്കിൽ മാത്രമേ അക്കരെ കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഐഡിയ എന്ന് പറയുന്ന ഈ ഒരു അക്കരയിലോട്ട് നമ്മൾ എത്തിച്ചേരത്തുള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ 5% ഞാൻ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് 95% കിടന്നാലും മതിയോ? കാര്യം നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം. അപ്പം ആശയത്തിൽ പുതിയൊരു ആശയം നമ്മളിൽ ഉണ്ടാകുന്ന നമ്മളെന്ന് പറയുന്ന അൺലിമിറ്റഡ് ആശയം, ആ ആശയം എന്ന് പറയുന്നത് ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ നൽകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ഇത് ഗാന്ധി പറഞ്ഞ പോലെ തന്നെ ബി ദ ഐഡിയ യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. ലോകത്തിൽ എന്ത് ആശയമാണ് മാറ്റിമറിക്കാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, ആ ആശയമായി മാറുക. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വി ക്യാൻ ഗോ ബിയോണ്ട് സർവൈവൽ. ഈ സർവൈവൽ എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റഡ് വെർഷനിൽ നിന്ന് ക്രിയേറ്റർ എന്ന് പറയുന്ന അൺലിമിറ്റഡ് വെർഷനിലേക്ക് നിങ്ങൾക്ക് മാറുവാനായിട്ട് കഴിയണമെങ്കിൽ വി നീഡ് ടു ഷിഫ്റ്റ് അവർ ഫോക്കസ് ഫ്രം കൺസ്യൂമർ ടു ക്രിയേറ്റർ. കൺസ്യൂമിങ് നിർത്തുക. നമ്മളിലേക്ക് വന്നു ചേരുന്ന എല്ലാ കാര്യങ്ങളെയും കൺസ്യൂം ചെയ്ത് നിർത്തുക. ടേക്ക് എ ഷിഫ്റ്റ് ഫ്രം കൺസ്യൂമർ ടു ക്രിയേറ്റർ. അപ്പം ആശയത്തിൽ പ്രാധാന്യം കൊടുക്കുക, ആമാശയത്തിലല്ല. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർച്ചയായിട്ട് മനോഹരമായ മറ്റു ടോപ്പിക്കുകൾ, നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ സെയിൽസ് വർദ്ധിപ്പിക്കാം, സെയിൽസിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചും അനുബന്ധമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.